ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ നമുക്ക് ലോ ആയിട്ടാണ് പി എച്ച് ലെവൽ കാണിക്കുന്നത് അല്ലേ. അപ്പം ഇത് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്, സീറോ കോസ്റ്റിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പി എച്ച് ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൊല്ലങ്ങളായിട്ടൊരു പോട്ടിൽ തന്നെ ഒരു പ്ലാന്റിനെ നട്ടിട്ടുണ്ടാവും അല്ലേ. ആ ഒരു പ്ലാന്റിൽ നിന്ന് പി എച്ച് ലെവലൊക്കെ മാറിയിട്ട് നമുക്ക് ലോയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് 19 രാസവളം 5 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂൺ എടുക്കുകയും അത് ഇതേപോലെ ഇലയിൽ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ഇല ബേണായി പോവുക, അല്ലെങ്കിൽ ഇലയിൽ ഇങ്ങനെ കറുപ്പ് കുത്തുകളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഇലയൊക്കെ ചുരുണ്ട് ഉണങ്ങിപ്പോകുക, അതിൻ്റെ തുമ്പ് ഭാഗങ്ങളൊക്കെ ഉണങ്ങിപ്പോകുന്ന പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ വട്ടത്തിൽ ഉണങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഇലയിൽ കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ നല്ല തിക്കും ബുഷുമായിട്ട് നമ്മുടെ കലാത്തിയ പ്ലാന്റിനെ മനോഹരമാക്കിയിട്ട് നിർത്താൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ പോട്ടിൽ പി എച്ച് ലെവൽ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അതേപോലെ തന്നെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് വെക്കാനായിട്ട് മറന്നു പോലെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വളം നമുക്ക് പെട്ടെന്ന് 5 മിനിറ്റും കൊണ്ട് നമ്മൾ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പോട്ട് മിക്സിലൊക്കെ നമ്മൾ കൊല്ലങ്ങളായിട്ട് കുറച്ച് ചെറിയൊരു പോട്ടിൽ പോട്ട് മിക്സ് നിറച്ചിട്ടായിരിക്കും പ്ലാന്റുകളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടാവുക അല്ലേ. അത് നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലൂടെയും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും അതിലത്തെ പിന്നെ വളങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിന് റീസെറ്റായിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ലോ ആയിട്ട് പി എച്ച് ലെവലിലേക്ക് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ആ ഒരു പോട്ട് മിക്സ് പോയിട്ടുണ്ടാവും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളെ ഈ ഒരു കലാത്തിയുടെ ഇലയൊക്കെ ചുരുണ്ടു പോവുകയും തുമ്പ് ഭാഗം ആ ഭാഗം ഇങ്ങനെ കരിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നിറച്ചും ഇലകൾ തിങ്ങി നിറഞ്ഞു വരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 3 മാസത്തിലൊരു പ്രാവശ്യമൊക്കെ മാത്രം ഈ ഒരു വളം ഒഴിച്ചു കൊടുത്താൽ പോട്ട് മിക്സിലേക്ക് നന്നായിട്ട് എയർ കയറാനും അതേപോലെ തന്നെ ഒരു വായുസഞ്ചാരം പോട്ട് മിക്സിലേക്ക് കിട്ടാനും മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായി മാറാനും അതേപോലെ തന്നെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സാധ്യത. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇതേപോലെ ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോരുതേ. അപ്പോൾ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്തായാലും കരിയില കമ്പോസ്റ്റ് യൂസ് ചെയ്യണമെന്ന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ കരിയില കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പോട്ട് മിക്സായിട്ട് ഉപയോഗിക്കാനും അതേപോലെ തന്നെ നമ്മൾ 1-2 കൊല്ലമൊക്കെ ആയിട്ടുള്ള ആ ഒരു പോട്ടിലേക്ക് നമുക്ക് മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാനും പോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആരും മറന്നു പോകരുത്. പിന്നെ നമുക്ക് ഇത് നല്ല ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റിൽ വെക്കാതിരിക്കുക, നമുക്ക് ഷെയ്ഡായിട്ടുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വളർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിലും ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകാനും ഈ ഒരു ചെടി ഉണങ്ങിപ്പോകാനും മുരടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് വയ്ക്കുക. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വളങ്ങൾ ഒരു ചെടിക്ക് അന്നന്നെ ആവശ്യത്തേക്കായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ചെറിയൊരു പോട്ടിൽ വരെ നമുക്ക് ഈ ഒരു കലാത്തിയ പ്ലാന്റൊക്കെ വളർത്തിയിട്ട് വീട്ടിൽ ചെറിയൊരു സ്ഥലത്ത് വരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളതും ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഷെയ്ഡിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഒരു 25 ഡിഗ്രി വരുന്ന ഒരു ഇതിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 30-35 ഡിഗ്രിയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരും. പക്ഷേ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള ഒരു ലൈറ്റിലേക്ക് കൂടി ഈ ഒരു പ്ലാന്റിനെ വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിവിടെ ലോ ലൈറ്റ് എന്നാണ് ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ എത്രയാണ് കാലാവസ്ഥ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് തൊട്ട് താഴെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതേപോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റിനെ വളർത്തുകയാണെങ്കിൽ മനോഹരമായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു പി എച്ച് ലെവൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പോട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് നമ്മൾ എത്രയാണ് ഇപ്പോഴത്തെ ഒരു പി എച്ച് ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കുറേ കാലം ഒരു പോട്ടിൽ തന്നെ ഒരു പ്ലാന്റ് വളർത്തുന്ന സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ പി എച്ച് ലെവൽ മാറും. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണുന്നുണ്ട് ലോ ആയിട്ടാണ് പി എച്ച് ലെവൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലോ എന്നുള്ളത് നമുക്ക് നോർമൽ പി എച്ച് ലെവലിലേക്ക് കൊണ്ടുവരാൻ ഉള്ള വളം നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ
ആവശ്യമായിട്ടുള്ളത് കാപ്പി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ നമുക്ക് 1 സ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു പീസ് നമുക്ക് വെല്ലം കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5 ദിവസം അത് മാറ്റി വെച്ച് നന്നായിട്ട് പുളിച്ച് വരും. ഇങ്ങനെ പുളിച്ച് വന്ന ആ മധുരം പോയി പുളിയായതിനു ശേഷം നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പ്ലാന്റിൽ ഇതാണ്ടോ ഇത്ര ചെറിയൊരു പീസ് മാത്രം മതി, ഒരിക്കലും വലിയൊരു പീസ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് മണ്ണ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നന്നായിട്ട് വായുസഞ്ചാരം ആ ഒരു പോട്ടിലേക്ക് ലഭിക്കുന്നുള്ളതാണ്. pH ലെവൽ നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ pH ലെവൽ വളരെയധികം താഴ്ന്നു പോകാനും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് പോട്ടി മിക്സിൽ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലുള്ള അല്ലെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്ക് 100 ഗ്രാം 1 കിലോ പച്ചച്ചാണകത്തിലിട്ട് പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ വളങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം pH ലെവൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ ഈ ഒരു പ്ലാന്റിന് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ, അതിൻ്റെ റൂട്ട് നന്നായിട്ട് വളരുള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരുപാട് ഇലകൾ അടുക്കടുക്കായിട്ട് നമുക്ക് നമ്മളെ ഈ ഒരു പ്ലാന്റിലൊക്കെ നിൽക്കുന്ന പോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാമെങ്കിൽ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ pH ലെവൽ കുറയുന്ന ആ ഒരു സമയത്ത് തന്നെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ മറക്കാതെ 3-4 മാസം കൂടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് നമുക്ക് ഇതേപോലെ അടുക്കടുക്കായിട്ട് ഇലകൾ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മളെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വോയിസ് മെസ്സേജിലൂടെ നിങ്ങളെ പ്ലാന്റുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാൻ മറന്നവർ ലൈക്ക് ചെയ്യാനായിട്ടും പോകുന്ന പോക്കിൽ ഈ വീഡിയോ എല്ലാവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ കൂടിയും ചെയ്ത് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് എല്ലാവരും ആ വീഡിയോ നിർത്തിപ്പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നല്ലൊരു കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.